ഹലോ വെൽക്കം ബാക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന 9ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം 9ാം ക്ലാസ് ഫിസിക്സിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഗ്രാവിറ്റേഷനിലുള്ള ചില ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ നോക്കിക്കൊണ്ട് വന്നത്. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഭയങ്കര ലെങ്ത് ആയിപ്പോയി എന്നും പറഞ്ഞിട്ട് അതവിടെ നിർത്തിയിട്ട് ഒരു ചെറിയ ക്വസ്റ്റ്യനും കൂടി അതിൻ്റെ കൂടെ കുത്തിക്കയറ്റി ശരിക്കും ലാസ്റ്റ് മിനിറ്റ് വരെ മാക്സിമം നോക്കിയിട്ട് മാക്സിമം ക്വസ്റ്റ്യൻ അതിൽ സെറ്റ് ചെയ്തു. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓർത്ത് വെക്കുക, ബാക്കിയുള്ള മറ്റ് ക്ലാസ്സുകളൊക്കെ പ്ലേലിസ്റ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയത്തിനും മലയാളം മീഡിയത്തിനും വേറെ വേറെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ വീഡിയോസൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. മലയാളം മീഡിയത്തിനും ഇംഗ്ലീഷ് മീഡിയത്തിനും വേറെ വേറെ തമ്മിലില്ല, അതുകൊണ്ട് പെട്ടെന്ന് സോർട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. എപ്പോഴും പറയുന്നതാണ്, പിന്നെയും ഒന്നും കൂടെ പറയുന്നു എന്നുള്ള പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഈ ക്വസ്റ്റ്യനാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. എഫ് ആണ് ഇതിൻ്റെ ആൻസർ വന്നിട്ടുള്ളത്. അങ്ങോട്ട് എഫ് ആണെങ്കിൽ ഇങ്ങോട്ടും എഫ് ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും അട്രാക്ഷൻ പറയാം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടാണ്. ഒരാൾക്ക് മാത്രമായിട്ടല്ല അട്രാക്ഷൻ ഉണ്ടാവുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ അട്രാക്ഷനാണ് ഉണ്ടാവുക. അപ്പോൾ എഫ് ആണ് അങ്ങോട്ട് എർത്ത് 3 അട്രാക്ട് ചെയ്യുന്ന എഫിലാണെങ്കിൽ 3 എർത്തിനെ അട്രാക്ട് ചെയ്യുന്നതും എഫിൽ തന്നെയായിരിക്കും. ഓർത്തേക്കുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലുള്ള പേജ് അങ്ങനെ തന്നെ എടുത്തു വെച്ചാണ്. നോക്കാം. ഒബ്സർവ് ദ ഫിഗർ. അപ്പോൾ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടിട്ട് എർത്താണ് എന്നാണ് തോന്നുന്നത് അല്ലേ? ശരിയാണ്, എർത്താണ്. എർത്തിൻ്റെ പോൾ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എർത്തിൻ്റെ ഇക്വേറ്റർ ഭാഗം ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഇക്വേറ്ററിൻ്റെ ആ ഒരു റീജിയനാണ്. ഇത് പോളാർ റീജിയനാണ്. മേലെ ഉണ്ടാവും താഴെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ശരി. അപ്പോൾ ഇവർ പറഞ്ഞ പോലെ ഒബ്സർവ് ദ ഫിഗർ എന്ന് പറഞ്ഞു. ഫിഗർ പോയി ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഡസ് എർത്ത് ഹാവ് എ പെർഫെക്റ്റ് സ്പെറിക്കൽ ഷേപ്പ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ പെർഫെക്റ്റ് സ്പെറിക്കൽ ഷേപ്പ് കറക്റ്റ് വട്ടത്തിലാണോ, കുമ്പളം പോലെയാണോ, കുമ്പളല്ല, എന്താ പറയുക, ബോൾ പോലെയാണോ എർത്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അല്ല, നോ എന്ന് പറയാം. എർത്തിൻ്റെ ഷേപ്പിനെ നിങ്ങൾ ജിയോയിഡ് എന്നൊക്കെയാണ് വിളിച്ചിട്ടുള്ളത് അല്ലേ? ജിയോയിഡാണ്. അപ്പോൾ ഡസ് എർത്ത് ഹാവ് പെർഫെക്റ്റ് സ്പെറിക്കൽ ഷേപ്പ്? നോ. വിച്ച് റീജിയൻ ഓഫ് എർത്ത് ഈസ് ഫാർത്തസ്റ്റ് ഫ്രം ദി എർത്ത് സെൻറ്റർ? എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ദൂരെയായിട്ട് കിടക്കുന്ന റീജിയൻ ഏതാണ് എന്നാണ്. ഇതാണ് എർത്തിൻ്റെ സെൻറ്റർ എന്നുണ്ടെങ്കിൽ ഇക്വേറ്ററിൽ അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ റീജിയനിലേക്കാണ് ദൂരം കൂടുതലുള്ളത്. അപ്പോൾ ഇക്വറ്റോറിയൽ റീജിയനാണ് ആൻസർ. വിച്ച് റീജിയൻ ലൈസ് ക്ലോസർ ടു സെൻറ്റർ ഓഫ് എർത്ത്? കമ്പാരിറ്റീവ്ലി ഇക്വറ്റോറിയൽ റീജിയനിലേക്കാൾ അടുത്ത് കിടക്കുന്നത് പോളാർ റീജിയനാണ്. അപ്പോൾ പോൾ എന്ന് പറയാം. പോൾ അല്ലെങ്കിൽ പോളാർ റീജിയൻ എന്ന് പറയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഹൗ ഡസ് ദി വാല്യൂ ഓഫ് ജി വാരി ആസ് ഡിസ്റ്റൻസ് ഫ്രം ദി എർത്ത്സ് സെൻറ്റർ ടു ദി സർഫസ് ചേഞ്ചസ്? അപ്പോൾ എർത്തിൻ്റെ സെൻറ്ററിൻ്റെ അടുത്ത് കിടക്കുന്ന ഭാഗത്തിന് ജീൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. എർത്തിൻ്റെ സെൻറ്ററുമായിട്ട് ദൂരെ കിടക്കുന്ന ഭാഗത്തിന് ജീൻ്റെ വാല്യൂ കുറവായിരിക്കും. അപ്പോൾ പോള് എർത്തിൻ്റെ സെൻറ്ററുമായിട്ട് അടുത്താണുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ജീൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. ഇക്വറ്റോറിയൽ റീജിയൻ സെൻറ്ററിൽ നിന്ന് കുറച്ച് ദൂരെയാണ് കമ്പാരിറ്റീവ്ലി. അപ്പോൾ ഇവിടെ ജീൻ്റെ വാല്യൂ കുറവായിരിക്കും. റെഡി? നെക്സ്റ്റ്, വെരിഫൈ യുവർ ആൻസർ യൂസിങ് ദി ഇക്വേഷൻ ജി ഈക്വൽ ടു GM/R² എന്ന പറഞ്ഞിട്ടുള്ള. ഇതിൻ്റെ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ 6 വരയ്ക്കുകയാണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷനിൽ ഈ വരച്ചിരിക്കുന്ന വര 6 കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂവും ഇത് 6 ഈ ഒരു വര 6 കൺസിഡർ ചെയ്ത് കിട്ടുന്ന വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കിട്ടാൻ പോകുന്ന വാല്യൂ ഉറപ്പായിട്ടും പോളിലുള്ളതായിരിക്കും കുറച്ച് കൂടുതൽ. പോളിലുള്ള ജീൻ്റെ വാല്യൂ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദി പോൾ ആയിരിക്കും എപ്പോഴും കുറച്ച് അധികം ഉണ്ടാവും, ലേശം അധികം ഉണ്ടാവും. റെഡി? ഇനി വെർ ഈസ് ദ വാല്യൂ ഓഫ് ജി മാക്സിമം എന്ന് ചോദിച്ചിട്ടുണ്ട്. ജീൻ്റെ വാല്യൂ എവിടെയാണ് മാക്സിമം? ജീൻ്റെ വാല്യൂ മാക്സിമം ആവുന്നത് പോളിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പോളിലാണ് ഫോഴ്സ്, അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ പോൾ തന്നെയായിരിക്കും ജീൻ്റെ വാല്യൂവും കൂടുതലുണ്ടാവുക എന്ന് ഓർത്തോളാം. അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു പോളാർ റീജിയൻ. Then the forces of attraction on object at the center of earth. എർത്തിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഒബ്ജക്റ്റിനെ വെച്ച് കഴിഞ്ഞാൽ ഫ്രം ഓൾ സൈഡ്സ് ഓഫ് ദി എർത്ത് ആർ ഈക്വൽ. ഈ ഒരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൈഡിൽ നിന്നുള്ള ഫോഴ്സ് ഈക്വൽ ആയിരിക്കും. എല്ലാ സൈഡിൽ നിന്നും അതിൻ്റെ മുകളിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഈക്വൽ ആയിരിക്കും. ഇഫ് സോ വാട്ട് വിൽ ബി ദി വാല്യൂ ഓഫ് ജി അറ്റ് സെൻറ്റർ ഓഫ് എർത്ത്? എർത്തിൻ്റെ സെൻറ്ററിൽ ജീൻ്റെ വാല്യൂ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജീൻ്റെ വാല്യൂ
0 ആയിരിക്കും. ജീൻ്റെ വാല്യൂ ഇതേ നമ്മളിങ്ങനെയല്ലേ സിമ്പിളായിട്ട് ഇങ്ങനെയല്ലേ നമ്മൾ സെൻറ്ററൊക്കെ മാർക്ക് ചെയ്യുക. അപ്പോൾ അത് തന്നെ വെച്ച് കണ്ടിട്ട് ജീൻ്റെ വാല്യൂ ഇവിടെ 0 ആയിരിക്കും. സെൻറ്റർ ഓഫ് എർത്തിൽ ജീൻ്റെ വാല്യൂ 0 ആണ്. ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് നോക്കിയാലും അതും 0 തന്നെ ആയിരിക്കും കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ അതാണ് അത്രയും ക്വസ്റ്റ്യൻസ് ആണ് അവിടെ വന്നിട്ടുള്ളത്. നമ്മൾ അടുത്ത പേജിലേക്ക് പോകുന്നു. ഇതേ ഈ ക്വസ്റ്റ്യൻ സത്യം പറഞ്ഞാൽ എടാ ഇത് നേരത്തെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു വിമാനം താഴേക്ക് പോകുന്നതിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ട് ഒരു വലിയ കണക്കെല്ലാം കൊടുത്തിട്ടില്ലേ, സെയിം ക്വസ്റ്റ്യനാണ്. വിമാനം എയറോപ്ലെയിൻ എന്ന് പറയുന്നവരോ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. An artificial satellite of mass 1000 kilograms stops working and falls down to earth. We know that attraction between object is mutual. Attraction between object എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. The satellite attract the earth with the same force with which the earth attracts the satellite. Height from earth is 500 meter, അതായത് 5 കിലോമീറ്റർ അകലത്തിലായിട്ട്. സംഗതി ഒന്നുമില്ല, എർത്തിൻ്റെ 5 കിലോമീറ്റർ ഹൈറ്റിലായിട്ട് ഒരു സാറ്റലൈറ്റ് ഉണ്ട്. അതിൻ്റെ മാസ് വരുന്നത് 10,000 കിലോഗ്രാം ആണ്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇവിടെ പറയുന്നത് 500 മീറ്റർ ആണ്, 5000 മീറ്റർ ആണ്. പിന്നെ എർത്തിൻ്റെ റേഡിയസ് ഭാഗ്യത്തിന് തന്നിട്ടുണ്ട്. എർത്തിൻ്റെ റേഡിയസ് അവർ പറയുന്നു 6.4 ഇൻറ്റു 10⁻⁶ മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ആക്സലറേഷൻ ഓഫ് ദി സാറ്റലൈറ്റ് എന്ന് ചോദിക്കുന്നു. വാട്ട് ഈസ് ദി ആക്സലറേഷൻ ഓഫ് ദി എർത്ത് എന്നും ചോദിക്കുന്നു. അപ്പോൾ രണ്ടും കൂടി നോക്കുക. ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എർത്തിൻ്റെ മാസ് ഇവരിവിടെ തന്നിട്ടുണ്ട്. ഇതൊക്കെ ബൈഹാർട്ട് ചെയ്ത് വെച്ചാൽ അത്രയും നല്ലത്. എർത്തിൻ്റെ മാസ്, എർത്തിൻ്റെ റേഡിയസ് ഒക്കെ ബൈഹാർട്ട് ചെയ്ത് വെച്ചാൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണം. നേരത്തെ നിങ്ങൾ ആ പ്ലെയിനിൻ്റെ ക്വസ്റ്റ്യൻ കണ്ട പോലെ തന്നെ സെയിം പരിപാടിയെ ചെയ്യാനുള്ള. തൽക്കാലം നമ്മൾ തന്ന കാര്യങ്ങൾ ആദ്യം തന്നെ എടുത്ത് എഴുതി വെക്കാം. നിങ്ങളുടെ ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ആണെങ്കിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ആണെങ്കിൽ തന്ന സാധനം എടുത്ത് എഴുതിയാൽ തന്നെ 1/2 മാർക്ക് അവിടെ സേഫായി. അപ്പോൾ നമ്മൾ എഴുതി വെക്കുന്നു. മാസ് M1 ആയിട്ട് നമ്മൾ പരിഗണിക്കുകയാണ്. എർത്തിൻ്റെ മാസിനെ M1 ആയിട്ട് പരിഗണിക്കുന്നു. എർത്തിൻ്റെ മാസ് M1 ആയിട്ട് പരിഗണിക്കുന്നു. ദേ M1 ഈക്വൽ ടു എർത്തിൻ്റെ മാസ് ദേ ഇവിടെയുണ്ട് 6 ഇൻറ്റു 10⁻24 കിലോഗ്രാം. റെഡി. ഇനി M2 ആയിട്ട് സാറ്റലൈറ്റിൻ്റെ മാസ് പരിഗണിക്കുക. സാറ്റലൈറ്റിൻ്റെ മാസ് വരുന്നത് 10,000 കിലോഗ്രാം ആണ്. 10,000 കിലോഗ്രാമിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. 10 ഇൻറ്റു അല്ല 10⁻1 2 3 4 0 10ൻ്റെ പവറായിട്ട് 4 എഴുതിയിട്ട് ഈ രീതിയിൽ ഇത്രയും കിലോഗ്രാം എന്നും പറയാം. ഇങ്ങനെയും എഴുതാം. അങ്ങനെ എഴുതിയാൽ കുറച്ച് കഴിഞ്ഞാൽ കണക്ക് ചെയ്യുമ്പോൾ കുറച്ച് എളുപ്പമുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് അവിടെ ആ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നോക്കാം. അങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത്രയേ ഉള്ളൂ. റെഡി. ഇനി വേറെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? യെസ്, ഇത് നമ്മൾ എഴുതി. ഇനി ഹൈറ്റ് ഫ്രം എർത്ത് പറയുന്നുണ്ട് 500 മീറ്റർ. അപ്പോൾ ഹൈറ്റിനെ ചുമ്മാ ഞാനിപ്പോൾ ഇത് നമ്മൾ മായ്ച്ചാളി ചുമ്മാ ഞാൻ ഹൈറ്റ് എഴുതുന്നു. 500 അല്ല അല്ലേ, 5000 മീറ്റർ ആണ്. ശരിയാ, 5000 മീറ്റർ ആണ്. ഇനി റേഡിയസ് ഓഫ് എർത്ത് പറയുന്നത് R ഈക്വൽ ടു 6.4 ഇൻറ്റു 10⁻⁶ മീറ്റർ ആണ് എന്ന് പറയുന്നു. അപ്പോൾ R അവർ പറയുന്നത് 6.4 ഇൻറ്റു 10⁻⁶ മീറ്റർ. ഇതൊരു വലിയ സംഖ്യ അല്ലേ, അത്രയും മീറ്റർ ആണ്. വേറെ എന്താ തന്നിട്ടുണ്ടോ? വേറെ ഒന്നും തന്നിട്ടില്ല. തന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് എഴുതിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് എർത്തും ഇത് സാറ്റലൈറ്റും ആണെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ ഈ എർത്തിൻ്റെ സെൻറ്റർ മുതൽ സാറ്റലൈറ്റ് വരെയുള്ള ദൂരം. അപ്പോൾ എർത്ത് സർഫസിൽ നിന്ന് ഒരു 5000 മീറ്റർ അകലത്തിലായിട്ടാണ് നമ്മുടെ സാറ്റലൈറ്റ് കിടക്കുന്നത്. എർത്തിൻ്റെ റേഡിയസ് ആണെങ്കിൽ അവരിവിടെ തന്നിട്ടുമുണ്ട്. എർത്തിൻ്റെ റേഡിയസ് 6.4 ഇൻറ്റു 10⁻⁶ ആണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അട്രാക്റ്റീവ് ഫോഴ്സ് കണ്ടുപിടിക്കുമ്പോൾ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എർത്തിൻ്റെ സെൻറ്റർ മുതൽ ഈ സാറ്റലൈറ്റ് വരെയുള്ള ഡിസ്റ്റൻസാണ്. എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ കൂട്ടേണ്ടി വരും. എർത്തിൻ്റെ സർഫസിൽ നിന്ന് സാറ്റലൈറ്റിലേക്കുള്ള ദൂരവും പിന്നെ എർത്തിൻ്റെ റേഡിയസും കൂടെ കൂട്ടിയതായിരിക്കും ഇവിടുത്തെ ഡിസ്റ്റൻസ്. അതുകൊണ്ട് ഞാൻ ഈ സാധനം ഒന്ന് മായ്ച്ച് കളയുന്നുണ്ട്. കൂട്ടിയതായിരിക്കും എന്നൊന്ന് ഓർത്ത് വെച്ചേക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ സ്ഥിരം മെയിൻ ഇക്വേഷൻ എടുത്തിട്ട് കണക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇവർ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കണ്ടുപിടിക്കുന്നു. F ഈക്വൽ ടു G M1 M2 ഡിവൈഡഡ് ബൈ
d² എന്ന് എഴുതുന്നു തൽക്കാലം. ഇനി ജീൻ്റെ വാല്യൂ നമുക്കറിയാം 6.67 ഇൻറ്റു 10⁻⁻11 ഇൻറ്റു m1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ 6 ഇൻറ്റു 10⁻24 ആണെന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ m2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 എന്ന് വെച്ചാൽ 10⁻4 ആണ് എന്ന് തന്നിട്ടുണ്ട്. അത് നമ്മൾ മാറ്റി എഴുതിയതാണ്. 10,000 എഴുതണമെങ്കിൽ തന്നെ എഴുതിയോ കുഴപ്പമില്ല. ഡി അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. d² എടുക്കണം. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിൻ്റെ റേഡിയസ് ആയിട്ടുള്ള 6.4 ഇൻറ്റു 10⁻6 ഇത് 6 ആണ്. 6.4 ഇൻറ്റു 10⁻6 നമ്മുടെ 5,000 മീറ്ററും 5,000 കൂടെ കൂട്ടിയതായിരിക്കും ഇവിടുത്തെ ഡിസ്റ്റൻസ്. ഇതിൻ്റെ സ്ക്വയർ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു വലിയ നമ്പറായി മാറിയിട്ടുണ്ട്. എടാ ഇതിൻ്റെ ലാസ്റ്റ് ഫൈനൽ ആൻസറായിട്ട് കിട്ടാൻ വേണ്ടി പോകുന്നത് ഇതേ 9.75 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. റെഡി. ഇത് ആക്സിലറേഷൻ എർത്തിന് ഉണ്ടാവുന്ന സാറ്റലൈറ്റിന് ഉണ്ടാവുന്ന ആക്സിലറേഷൻ ആയിരിക്കും. അല്ല, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടല്ലേ. നമ്മളിപ്പോൾ ഫോഴ്സ് അല്ലേ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി പോകുന്നത്, ഇത് നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോബ്ലം തന്നെയാണ്. ആൻസർ കിട്ടാൻ വേണ്ടി പോകുന്നത് 97552 ന്യൂട്ടൺ. ഫോഴ്സ് അല്ലേ കണ്ടുപിടിച്ചത്. അപ്പോൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് ആയിട്ടുള്ള ന്യൂട്ടനാണ്. ഇത്രയും ന്യൂട്ടനാണ് ഇവർ തമ്മിലുള്ള ബിറ്റ്വീൻ ദം അവരെ ഇടയിലൂടെ അനുഭവപ്പെടുന്ന അട്രാക്റ്റീവ് ഫോഴ്സ്. ഈ ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള നമ്മുടെ ഗ്രാവിറ്റേഷൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എ കണ്ടുപിടിക്കാം. നമുക്കറിയാം F = ma ആണ്, അല്ലെങ്കിൽ mg ആണ്. അങ്ങനെയാണെങ്കിൽ G = F/m. ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നതാ ഇൻറ്റു m. ഈ സൈഡിലേക്ക് വരുമ്പോൾ G = F/m ആവും. അപ്പോൾ മേലത്തെ ഇക്വേഷൻ ആവശ്യം നമുക്കില്ല, താഴത്തെ ഇക്വേഷൻ മതി. G = F/m ആണ്. നോക്കുക. അപ്പോൾ എർത്തിൻ്റെ ജി കണ്ടുപിടിച്ച് നോക്കാം. എർത്തിൻ്റെ ജി അതിനെ ഞാൻ 1 എന്ന് വിളിക്കുന്നു. എർത്തിൻ്റെ G = F/m. എഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടിയ ലാസ്റ്റ് കിട്ടിയ ഈ വാല്യൂവിൽ 97552 വേണമെങ്കിൽ ഈ സാധനം ബൈ ഹാർട്ട് ആക്കിയിട്ട് ഏകദേശം ഒന്ന് പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. ചിലപ്പം പരീക്ഷയ്ക്ക് വെച്ചാൽ കണക്ക് ചെയ്യാണ്ട് നേരിട്ട് എഴുതാം. ഉടായ്പ പരിപാടിയാണ്. ഓട്ടെ. ഡിവൈഡഡ് ബൈ മാസ്. മാസ് എന്ന് പറയുന്നത് എർത്തിൻ്റെ മാസാണ്. അത് 6 ഇൻറ്റു 10⁻24. ഇതൊരു വലിയ സംഖ്യയാണ് കിട്ടുക. എന്നെങ്കിലും ഓർത്ത് വെച്ചാൽ നല്ലതായിരിക്കും. അവിടെ ഇതിൻ്റെ ആൻസർ വരുന്നത് 1.62 ഇൻറ്റു 10⁻⁻20. റെഡി. ഇനി രണ്ടാമത്തെ കണ്ടീഷനായിട്ട് സാറ്റലൈറ്റിനുണ്ടാകുന്ന ആക്സിലറേഷൻ കണ്ടുപിടിച്ച് നോക്കാം. G = F/m തന്നെയാണ്. റെഡി. ഇനി എഫ് എന്ന് പറയുന്ന മാറ്റമില്ല. 97552 ഡിവൈഡഡ് ബൈ സാറ്റലൈറ്റിൻ്റെ മാസ്. സാറ്റലൈറ്റിൻ്റെ മാസ് വരുന്നത് 10,000 അല്ലേ. 10,000 എന്ന് വെച്ചാൽ ഇത് ചെയ്യുന്നത് നിങ്ങൾക്കറിയാമല്ലോ. 1 2 3 4 പോയിൻ്റ് ബേക്കിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 97552ൻ്റെ 4 പോയിൻ്റ് ബേക്കിലേക്ക് ഇട്ടാൽ 9.7552 എന്ന് വരും. ഇതിൻ്റെ രണ്ടിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കൊടുക്കണം. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം സാറ്റലൈറ്റിനുണ്ടായ ജി ആണ് കൂടുതൽ. അതുകൊണ്ടാണ് സാറ്റലൈറ്റ് പ്രവർത്തനം നിന്നു പോയാൽ എർത്ത് പോയി സാറ്റലൈറ്റിലേക്ക് വീഴാതെ സാറ്റലൈറ്റ് വന്ന് എർത്തിലേക്ക് വീഴുന്നത്. കാരണം സാറ്റലൈറ്റ് ഉണ്ടാകുന്ന ജീൻ്റെ വാല്യൂ കൂടുതലാണ്. എർത്തിൻ്റെ ജി വാല്യൂ കുറവാണ്. എർത്തിനുണ്ടാകുന്ന ആക്സിലറേഷൻ, അങ്ങനെ പറയുന്നത് കുറച്ചും കൂടെ കറക്റ്റ്, എർത്തിനുണ്ടാകുന്ന ആക്സിലറേഷൻ കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. റെഡി. ഇനി അടുത്ത ചോദ്യം. ഈ ക്വസ്റ്റ്യൻ ഇവിടെ തീർന്നിട്ടുണ്ട്. അടുത്ത ചോദ്യം. An object of mass 10 kg is allowed to fall to ground from a height of 20 meter. അപ്പോൾ 10 കിലോഗ്രാം മാസുള്ള ഒരു സാധനം, 20 മീറ്റർ ഹൈറ്റിൽ നിന്ന് ഇങ്ങനെ 20 മീറ്റർ ഹൈറ്റിൽ നിന്നായിട്ട്
എന്തോ ഒരു സാധനം താഴേക്ക് വീഴുന്നു. ഇതിൻ്റെ മാസ് പറയുന്നത് m=10 എന്നവർ പറയുന്നുണ്ട്. റെഡി? ഇനി ഹൗ ലോങ് ഇറ്റ് ടേക്ക് ടു റീച്ച് ദ ഗ്രൗണ്ട്. എത്ര സമയം എടുക്കും ഇത് നിലത്തെത്താൻ? ആൻഡ് ബി ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ടൈം റിക്വയർഡ് ടു റീച്ച് ദ ഗ്രൗണ്ട്. Calculate the time required to reach the ground if it is on the moon. മൂണിലാകുമ്പോൾ ഫസ്റ്റ് കണ്ടീഷനിൽ ഭൂമിയിലുള്ള കാര്യമാണ് പറഞ്ഞത്. രണ്ടാമത്തെ കണ്ടീഷനിൽ മൂണിൽ നിന്നിട്ടാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നാണ്. അതായത് സംഗതി നമുക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ എന്തൊക്കെയോ സാധനമൊക്കെ തന്നിട്ടുണ്ട്. ജസ്റ്റ് നോക്കിയേക്കാം. പ്രോബ്ലം ചെയ്യുമ്പോൾ അത് കുറച്ച് ക്ലിയർ ആയിക്കോളും. ശരി, ആദ്യം തന്ന കാര്യം എടുത്ത് എഴുതുക എന്നുള്ളതാണ്. മാസ് അവർ പറയുന്നു, മാസ് m=10 കിലോഗ്രാം തന്നിട്ടുണ്ട്. ഇനി ഹൈറ്റ് അവർ പറയുന്നു h=20 മീറ്റർ തന്നിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇത്ര ഹൈറ്റ് എന്നായിട്ട് ഒരു സാധനം താഴേക്ക് വീഴുമ്പോൾ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി u 0 ആണ് എന്ന് നമുക്കറിയാം. നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ മുതൽ ഈ സാധനം പഠിച്ചിട്ടുള്ള. ഇനി എച്ചിന് ഇതല്ലേ എച്ച്, ഇതാണ് എച്ച് വരുന്നത്. നോക്കൂ, അത് സത്യം പറഞ്ഞാൽ ഈ ബോളിൻ്റെ അല്ലെങ്കിൽ ഈ സാധനത്തിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ ഇവിടെയും ഫൈനൽ പൊസിഷൻ ഈ നിലത്തുമായിരിക്കും. അപ്പോൾ ഈ ഇനീഷ്യൽ ഫൈനൽ പൊസിഷൻ തമ്മിലുള്ള നേരെയുള്ള ദൂരം, അതിനെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ് വിളിച്ചിട്ടുള്ളത്. സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്, ഇതിനെ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനാണ് നമ്മൾ വിളിച്ചത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഹൈറ്റ് h എന്ന് എഴുതുന്നതിന് പകരം ഡിസ്പ്ലേസ്മെൻറ്റ് s എന്ന് കൊടുത്താൽ ഒരു തെറ്റും ഇല്ല. ആൻഡ് ഇത്രയും കാര്യം തന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നോക്കുക, അത് എർത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അപ്പോൾ എർത്തിൻ്റെ g വാല്യൂയും കൂടെ എഴുതി വെക്കുന്നു. എർത്തിലുള്ള g ഇൻ എർത്ത് ഇങ്ങനെ കൊടുക്കാം. g ഇൻ എർത്ത് നോക്കുക 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിട്ട് എടുത്തോ എന്നാണ് ഇവർ പറയുന്നത്. നമുക്കറിയാം സാധാരണ നമ്മൾ 9.8 എടുക്കൽ. പക്ഷേ ഇവിടെ ഇവർ ക്വസ്റ്റ്യനിൽ 10 തന്നിട്ടുണ്ട്. അവിടെ 9.8 പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അതൊന്നും ഒഴിവാക്കാൻ വേണ്ടി അവർ സന്തോഷത്തോടെ തന്നെയാണ് 10 എന്ന്. നമുക്കും സന്തോഷമായിട്ടുണ്ട്. 10 വെച്ചാൽ മൾട്ടിപ്ലൈ ഒക്കെ ചെയ്യുമ്പോൾ ഒരു പോയിൻ്റ് ഒരു 0 കയറ്റി ഇട്ട് കൊടുത്താൽ മതി. ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പോയിൻ്റ് ബേക്കിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അതുകൊണ്ട് എളുപ്പമായിരിക്കും കമ്പാരിറ്റീവ്ലി, മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. അതിനുവേണ്ടി അവർ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പോട്ടെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൈമാണ്. നോക്കുക, നമ്മുടെ കയ്യിലുള്ള MSUG, എമ്മിനെ കൊണ്ട് ഇവിടെ വലിയ കാര്യമില്ല തോന്നുന്നില്ലേ. എസും യുവും ജിയും ഒക്കെ വെച്ചിട്ട് നമുക്ക് ടൈം കണ്ടുപിടിക്കണം. ഇതൊക്കെ തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന SUG, നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം T. ഇത്രയും സംഗതികൾ റിലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ എന്ന് ഓർത്ത് നോക്കിയാൽ മതി. നോക്കുക, S=U+AT എന്നൊരു സാധനം പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ സാധനം വെറുതെ ഒന്ന് ഞാനിവിടെ എഴുതി വെക്കുന്നു. നോക്കൂ, S=U+AT. സോറി, അത് V ആണല്ലേ, പെട്ടെന്ന് പറയുമ്പോൾ മാറിപ്പോയതാ. S=UT+12AT². മാറിപ്പോയി, ക്ഷമിക്കാം. S=UT+, അത് എഴുതി വരുമ്പോൾ ലാസ്റ്റ് സ്ക്വയർ വന്നില്ല, അപ്പോഴാണ് ഓർമ്മ വന്നത്. S=UT+12AT². ഇനി ഇവിടെ തന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി നോക്കാം. എസിൻ്റെ വാല്യൂ നമുക്കറിയാം 20 ആണ്. 20 U എന്ന് പറയുന്നത് നോക്കുക, U എന്ന് പറയുന്നത് 0 അല്ലേ. U എന്ന് പറയുന്നത് 0. അപ്പോൾ U × T എന്ന് പറഞ്ഞാൽ 0 × T ആണ്. അപ്പോൾ ഈ ഒരു പാർട്ട് അങ്ങനെ തന്നെ 0 ആയിപ്പോവും. 0 + 1/2 × A എന്ന് പറഞ്ഞാൽ നോക്കുക, ഇവിടെ A എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ G ആണ്. A എന്ന് പറഞ്ഞാൽ ആക്സിലറേഷനാണ്. ഇവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അപ്പോൾ G ആണ്. ജീൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 10 × T² ആണ്. നോക്കുക, T എന്താണെന്നേ നമുക്ക് അറിഞ്ഞൂടാ. T ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ T² വാല്യൂ നമുക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. T² വാല്യൂ എന്താണെന്ന് അറിഞ്ഞൂടാ. ഇനി നോക്കാം, ഇവിടെ മേലെയും താഴെയും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാമെന്നുള്ളത് കാര്യം നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചോളാം. ന്യൂമറേറ്ററിൽ നോക്കുമ്പോൾ 10 ആണ്, താഴെ 2 ഉണ്ട്. 2ൽ ഒരു 2 ആണ് 2. 1 × 2 ആണ് 2. 10ൽ എത്ര 2 ഉണ്ടെന്ന് നോക്കാം. 10ൽ 5 2 ആണ് 10. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ ഒന്ന് മാറ്റിയിട്ട് ഇതേ ഇങ്ങനെ 20ക്ക് മാറ്റമൊന്നുമില്ല. 20=0+ എന്നും പറഞ്ഞ് ബാക്കി വരുമ്പോൾ ആദ്യത്തെ 0നെ മൈൻഡ് ചെയ്യണ്ട. 1/2 × 10 × 10 × T² നമ്മൾ മാറ്റി ഇതേ ഇപ്പോൾ ഈ രീതിയിൽ മാറ്റിയിട്ടുണ്ട്. 1/1 × 5 ആയിട്ടുണ്ട്. 1/1 എന്ന് പറഞ്ഞാൽ 1 തന്നെ. 1 × 5 എന്ന് പറഞ്ഞാൽ 5 തന്നെ. അപ്പോൾ 5T².
ഇനി ഇവിടെ നിന്ന് ടി സ്ക്വയർ 20 ഈക്വൽ ടു 5t². ഇപ്പോഴത്തെ അടുത്ത പേജിൽ എഴുതാം, ഇവിടെ എഴുതി എഴുതിയിട്ടില്ല. 20 ഈക്വൽ ടു 5t² അല്ലേ? 20 ഈക്വൽ ടു 5t² ആണെങ്കിൽ ഈ t² ഇവിടെ തന്നെ വെച്ചിട്ട് 20 ഇപ്പുറത്തുണ്ട്, t² ഇവിടെ തന്നെ വെച്ചിട്ട് ഇൻറ്റു 5 ഇടത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഡിവൈഡഡ് ബൈ 5 ആവില്ലേ? അപ്പോൾ t² ഈക്വൽ ടു 5/20 എന്ന് പറഞ്ഞാൽ 20/5 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ t² 4 കിട്ടി. നമ്മളോട് ചോദിച്ച ടൈമാണ്, ടൈമിൻ്റെ സ്ക്വയറല്ല. t² 4 ആണെങ്കിൽ t എന്ന് പറഞ്ഞാൽ √4 ഈക്വൽ ടു 2 സെക്കൻഡ്സ് ആയിരിക്കും ഇവിടുത്തെ ആൻസർ വരുന്നുണ്ടാവുക. 2 സെക്കൻഡ്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോക്കുക, ഇതേ സംഗതി തന്നെ പക്ഷേ എന്താണ്, 3 എന്നാകുമ്പോൾ ഈ സാധനം 10 കിലോഗ്രാം മാസുള്ള ഈ ഒരു ഒബ്ജക്റ്റ് 3-ൽ നിന്ന് 20 മീറ്റർ ഹൈറ്റ് എന്ന് താഴേക്ക് വീഴുമ്പോൾ അവിടെ ഉണ്ടാവുന്ന താഴേക്ക് എത്താൻ എടുക്കുന്ന ടൈം എത്രയാണെന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ തന്ന കാര്യങ്ങൾ നേരത്തെ നമ്മുടെ കയ്യിൽ ഇവിടെ തന്നെ ഉണ്ട്, അതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് ജീൻ്റെ വാല്യൂവിലാണ്. ജി ഞാനൊന്ന് ഇപ്പുറത്തേക്ക് മാറ്റി എഴുതുന്നുണ്ട്, അവിടെ എഴുതിയിട്ട് കാണുന്നില്ല അല്ലേ? ജീൻ്റെ വാല്യൂ ഇവിടെ ഉണ്ട്. ജി ഇൻ 3 അവർ പറയുന്നു 1.62 ആണ്. അവിടെ ഈ വാല്യൂ പഠിച്ചു വെക്കണം, ഇത് ഉറപ്പായിട്ടും ചോദിക്കും. 1.62 m/s². 3-ലുള്ള ജി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ തന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത് ടി കണ്ടുപിടിക്കണം. ഇനി എമ്മും എസ് ജി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ? ഇവിടെ ഗ്രാവിറ്റിയും 3 പറയാം. അപ്പോൾ ആക്സലറേഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ്, ടൈം, അതുപോലെ ഇനീഷ്യൽ വെലോസിറ്റി റിലേറ്റ് ചെയ്യുന്ന എല്ലാം കൂടി കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഇക്വേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പഠിച്ച ഇക്വേഷൻ ഉണ്ട്, അത് ഞാനിവിടെ എഴുതുന്നു. എസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at². ഈ സാധനം നമുക്കറിയാം. ഇനി എസ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആടാ, വേറെ ഒന്നുമല്ല. എസ് എന്ന് പറഞ്ഞാൽ ഹൈറ്റാണ്. ഹൈറ്റ് ഇതേ നമ്മുടെ കയ്യിലുണ്ട് 20 മീറ്റർ ആണ്. ഹൈറ്റിലൊന്നും മാറ്റമില്ല. 20 ഈക്വൽ ടു യു എന്ന് പറഞ്ഞാൽ വീണ്ടും 0 തന്നെയാണ്. മേലെ നിന്ന് സാധനം താഴെ ഇടുമ്പോൾ അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. അപ്പോൾ യു 0 ആണെങ്കിൽ യുടിയും 0 ആയിരിക്കും. 0 പ്ലസ് 1/2 മാറ്റമൊന്നുമില്ല. 1/2 എന്ന് പറഞ്ഞാൽ 1/2 തന്നെ. 1/2 ഇൻറ്റു എ. ശ്രദ്ധിക്കണം, ഇവിടുത്തെ എ എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ അത് ജി തന്നെയാണ്. ഇവിടെ 3-ലെ കാര്യമല്ലേ പറയുന്നത്. അപ്പോൾ ജീൻ്റെ 3-ലുള്ള ജി എടുക്കണം. 3-ലുള്ള ജീൻ്റെ വാല്യൂ വരുന്നത് 1.6 ആണ്. ഇൻറ്റു 1.62 ആണ്. 1.62 ഇൻറ്റു t² എത്രയാണെന്ന് അറിഞ്ഞൂടാ. ഇനി നോക്കാം. 20 ഈക്വൽ ടു 0 പ്ലസ് എന്ന് പറഞ്ഞ് വരുമ്പോൾ 0 മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. 1/2 ഇൻറ്റു 1.62 ഇൻറ്റു t². 1.62നെ 2 കൊണ്ട് 1.62നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്ന് വെച്ചാൽ 1.62ൻ്റെ ഹാഫ് എത്രയാണെന്ന് അറിയണം. അത് സൈഡിലേക്ക് ചെയ്ത് നോക്കുക. 1.62നെ അതിൻ്റെ പകുതി എടുക്കുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ 20 ഈക്വൽ ടു, ഈ 20നെ എഴുതാൻ മറന്നു വരുത്, 20 ഈക്വൽ ടു 0.81 എന്ന് കിട്ടും. 0 മൈനസ് അല്ലേ, അത് 0.81 എന്നാണ് കിട്ടുക. 0.81 0.81 കൂട്ടിയാൽ 1.62 കിട്ടും. അതെങ്ങനെയെങ്കിലും ഓർത്ത് വെച്ചാൽ മതി. ഇൻറ്റു t². t² എത്രയാണെന്ന് അറിഞ്ഞൂടാ. ഇനി ഈക്വൽ ടു സൈനിലേക്ക് ഇങ്ങനെ നിരത്തി ഒരേ ലൈനിലിട്ടേക്കും. ഇടത്തെ സൈഡിൽ 20 ഉണ്ടല്ലോ, അവിടെ നിൽക്കട്ടെ. വലത്തെ സൈഡിൽ t² ഇല്ലേ, t² ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട. t² ഒന്നും ചെയ്യേണ്ട, അങ്ങനെ വെച്ചേക്ക്. ഇനി ഈ ഇൻറ്റു 0.81നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഇൻറ്റു 0.81 ഇടത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ 0.81 എന്ന് വരും. അപ്പോൾ ഇവിടെ കൊള്ളൂല, ഇപ്പുറത്ത് നിന്നു. അപ്പോൾ നമ്മൾ തിരിച്ചൊന്ന് പറയാം. t² ഈക്വൽ ടു 20/0.81. t² ഈക്വൽ ടു 20 ഡിവൈഡഡ് ബൈ 0.81. t² ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 20നെ 0.81 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ താഴെയും മേലെയും ആണെങ്കിൽ 0 കൊണ്ട് 2 0 ഉള്ള 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2000 ഡിവൈഡഡ് ബൈ 81 എന്ന് വരും. 2000നെ 81 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നോക്കുക 24.6 എന്നാണ് കിട്ടുക. കറക്റ്റായിട്ട് പറഞ്ഞാൽ 24.69 വരും. ഇതാണ് വരിക. ഇത് t²ൻ്റെ വാല്യൂ ആണിത്. t² വാല്യൂ ഇതാണെങ്കിൽ t എന്ന് പറയുന്നത്
24.69 ആയിരിക്കും. റൂട്ട് 24.69. എടാ അത് ഏകദേശം ഈ 24.69 ഇത് ഏകദേശം 25 അല്ലേ? ഏകദേശം 25ൻ്റെ അടുത്തെത്തിയിട്ടില്ല. 25ൻ്റെ റൂട്ട് തന്നെ റൂട്ട് 25 എന്ന് പറഞ്ഞാൽ 5 അപ്പോൾ റൂട്ട് 24.69ൻ്റെ വാല്യൂ വരുന്നത് ഏകദേശം ഏകദേശം കറക്റ്റ് അല്ല, ഏകദേശം അത് 5ൻ്റെ അടുത്തുണ്ടാവും. 5 ഉണ്ടാവുമോ? 5 ഉണ്ടാവില്ല. 5നേക്കാൾ ലേശം 5ൻ്റെ അടുത്ത് 5 സെക്കൻഡ്സ് വന്നിട്ടുണ്ടാവും. നേരത്തെ 2 സെക്കൻഡ്സ് അല്ലേ വന്നേ? എർത്തിലാകുമ്പോൾ ആ സാധനം 2 സെക്കൻഡ് കൊണ്ട് താഴെ എത്തുകയാണ്. മൂണിലാകുമ്പോൾ അതിന് 5 സെക്കൻഡ് വേണം താഴെ എത്താൻ വേണ്ടിയിട്ട്. റെഡി? അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഇനിയുള്ള ചോദ്യങ്ങൾ ഇതിൽ കൊള്ളൂല്ല. ഇതൊക്കെ വലിയൊരു ക്വസ്റ്റ്യനാണ്. എടാ ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത, ഈ ക്വസ്റ്റ്യൻ എനിക്ക് അത്ര ക്ലിയർ അല്ല. അതുകൊണ്ട് മിക്കവാറും ഇത് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. നമുക്ക് ബാക്കി 1-2 ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. ഈ രീതിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് കാൽക്കുലേഷൻ അല്ല, പറയേണ്ട ഒരു എന്താ പറയുക ഡിസ്ക്രിപ്ഷൻ പോലെയുള്ള ഭാഗമാണ്. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് ബാക്കിയുള്ള ഈ 2 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും, അടുത്ത വീഡിയോയിലായിരിക്കും നോക്കുന്നുണ്ടാവുക. അതുവരെ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.